الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കിട്ടിയ ഈ ആയുഷ്കാലം ഉപയോഗിച്ച് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബമുണ്ട്, വീടുണ്ട്, ജോലിയുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ അനുഭവമാണ്. ഈമാൻ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഈ ദുനിയാവുണ്ട് താനും. അതോടൊപ്പം തന്നെ പരലോക വിശ്വാസത്തിൻ്റെ സ്വാധീനത്തിൽ നമ്മൾ പല പ്രവർത്തനങ്ങളും അവിടെ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉറക്കം തെളിഞ്ഞുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട് ദിക്റ് ചൊല്ലി തെളിഞ്ഞു. അത് മുതൽ ഇങ്ങോട്ട് എല്ലാ സന്ദർഭങ്ങളിലും നമ്മുടെ പരലോകം കൂടി സുരക്ഷിതമാക്കാനുള്ള പ്രവർത്തനത്തിലാണ് നമ്മൾ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ രണ്ട് താല്പര്യവും രണ്ട് പ്രവർത്തനങ്ങളും. ഒന്ന് ഭൗതിക താല്പര്യമാണ്, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. മറ്റൊന്ന് പരലോക താല്പര്യം, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. ഇത് തമ്മിൽ ചെറിയ ഒരു സമരം, ഫൈറ്റിങ് നടന്നുകൊണ്ടിരിക്കും മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ. ഇതിനാര് തോൽക്കുന്നു, ആര് ജയിക്കുന്നു എന്നതൊരു വലിയ വിഷയമാണ്. വളരെ ചെറിയ ഒരു ദുനിയാവ്, ഒരു കുറഞ്ഞ കാലത്തെ ജീവിതം, അതിനുവേണ്ടി വലിയ പദ്ധതി, ഒരു ദീർഘകാല പ്ലാൻ, മറുപുറത്ത് വലിയ ആഖിറം, അറ്റമില്ലാത്ത ആഖിറം. അതിനുവേണ്ടി വളരെ തുച്ഛമായ പ്രവർത്തനങ്ങൾ, കുറഞ്ഞ പദ്ധതി. അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താകും നമ്മുടെ അവസ്ഥ എന്നതാണ് നാം ആലോചിക്കേണ്ടത്. മുഖ്യ വിഷയം ആഖിറമാകുന്ന ഒരു കുറഞ്ഞ ദിവസത്തെ ജീവിതമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തണം. വേറെ ആരെയും ബോധ്യപ്പെടുത്താനല്ല. കാരണം കൃത്യതയുള്ള ഒരു മരണം നമുക്കുണ്ട്. നിശ്ചയിക്കപ്പെട്ട സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കൃത്യമായി സംഭവിക്കുന്ന മരണം. അതാണ് നമ്മുടെ അവധി.
ഫഇദാ ജാഅ അജലുഹും, ആ അവധി അവർക്ക് വന്നെത്തിയാൽ ലാ യസ്തഖിറൂന സാഅത്തൻ വലാ യസ്തഖ്ദിമൂൻ. സൂറത്തുൻ നഹൽ. അവരെ മുന്തിക്കുകയോ പിന്തിക്കുകയോ ഇല്ല. അള്ളാഹ് നിശ്ചയിച്ച സമയത്തിന്റെ മുമ്പ് കൊണ്ടുപോവുകയോ ഒരൽപ്പം പോലും പിന്തിച്ചിടുകയോ ഇല്ല. അതിനു മുമ്പുള്ള ജീവിതത്തിൽ ദിക്റുള്ള മികച്ചു നിൽക്കണം. അഥവാ അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ എന്തിനേക്കാൾ മികച്ചു നിൽക്കണം? ദിക്റുദ്ദുന്യ, ഐഹിക ജീവിതത്തെ സംബന്ധിച്ചുള്ള ചിന്തയേക്കാൾ മികച്ചു നിൽക്കണം. അതിലാര് വിജയിക്കുന്നു എന്നതാണ് വിഷയം. എന്നാൽ ദിക്റുള്ള, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്ത, ആഖിറത്തെ കുറിച്ചുള്ള വിചാരം, അതിനെ തോൽപ്പിച്ച് കളയാൻ മാത്രം ആകർഷണീയത ഈ ഐഹിക ജീവിതത്തിന് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. മനുഷ്യനെ കബളിപ്പിക്കുന്ന വിധത്തിൽ, വഞ്ചിതനാകുന്ന വിധത്തിൽ അവനെ ആകർഷിച്ച് അതിലങ്ങ് മുഴുക്കിക്കളയാനുള്ള എല്ലാവിധ ചുറ്റുപാടുകളും ഐഹിക ജീവിതത്തിന് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. പരീക്ഷണത്തിന്റെ ഭാഗമാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും, നിങ്ങളുടെ ധനമോ നിങ്ങളുടെ സമ്പത്തോ നിങ്ങളെ ജോലിയാക്കാതിരിക്കട്ടെ. അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയെ തൊട്ട് അവ നിങ്ങൾക്കൊരു തടസ്സമായി വരാതിരിക്കട്ടെ. കാരണം വമൻ യഫ്അൽ ദാലിക, അങ്ങനെ ആരെങ്കിലും ജീവിച്ചാൽ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവർ തോറ്റുപോകും. ദിക്റുള്ള ജീവിതത്തിൽ തോൽക്കുകയും ദുനിയാവ് ആഖിറത്ത് ജീവിതത്തിൽ ജീവിത ചിന്തയിൽ മികച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ തോറ്റുപോകുമെന്ന് വെള്ളിയാഴ്ചകളിൽ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള സൂറ മുനാഫിഖൂനയിൽ അല്ലാഹു തആല നമ്മോട് പറഞ്ഞു തരികയാണ്. ചുരുക്കത്തിൽ ആഖിറം മറന്നുകൊണ്ടുള്ള ഒരു ജീവിതമാകരുത് നമ്മുടെ ഐഹിക ജീവിതം. അങ്ങനെ ആയാൽ ആഖിറം ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരല്പസമയം കിട്ടാൻ വേണ്ടി യാചിക്കുമെന്നാണ് ഖുർആൻ പറയുന്നു. നമ്മുടെ മരണവേള, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, മരണം വന്നെത്തിയാൽ ഖാല റബ്ബിർജിഊൻ, എന്നെ ഒന്ന് പിന്തിച്ചിടൂ, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷ വരുത്തിയ കുറെ കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളിൽ നല്ല നിലയിൽ പ്രവർത്തിക്കാൻ, സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറാൻ എനിക്ക് കുറച്ച് സമയം കൂടി വേണം, ഒന്നാഖിറം പരിഗണിച്ച് ജീവിക്കാൻ എന്ന് അല്ലാഹുവിനോട് കെഞ്ചുന്ന ഒരു സമയം വരാനുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു തരികയാണ്. ഈ പറയുന്നത് മരണാസന്നനായവന്റെ മാനസികാവസ്ഥയാണ്. ആരാണത്? വേറെ ആരോ അല്ല, നമ്മൾ തന്നെ. നമ്മൾ മരിക്കാൻ നോക്കുന്ന സമയത്ത് ദുനിയാവിന്റെ വശ്യതയിൽ വഞ്ചിതരായി ജീവിച്ചു പോയെങ്കിൽ അപ്പോൾ അള്ളാഹുവിനോട് പറയുന്ന വാക്കാണിത് എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ് നമ്മെ. വീണ്ടും അല്ലാഹു പറയുന്നു, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ഐഹിക വിഭവം എന്ന് പറയുന്നത് ദുനിയാവ് വെറും കബളിപ്പിക്കുന്ന ഒരു വിഭവം മാത്രമാണ്. മനുഷ്യനെ കബളിപ്പിക്കുന്ന വിഭവം. മരിക്കാൻ നോക്കുന്ന സമയത്ത് ബോധ്യപ്പെടും ഒന്നും ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞു പോയതൊക്കെ ഒരു നിഴല് പോലെ അനുഭവപ്പെടുന്ന ഒരു സമയം. അപ്പൊ കബളിപ്പിക്കപ്പെടുകയാണ്. ആ കബളിപ്പിക്കപ്പെടുന്ന വേളയിൽ പറയുന്ന പരിഭവമാണ് അല്ലാഹു തആല നമ്മോട് പറഞ്ഞു തരുന്നത്. എങ്ങനെയൊക്കെയാണ് ഈ ദുനിയാവ് നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നാമത്തെ വിഷയം, ഓരോന്നുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ദുനിയാവിനെ ഒരവലംബമായി കണ്ടു, ദുനിയാവിന് അമിതമായ പരിഗണന നൽകി.
സംതൃപ്തിയുടെ അടിസ്ഥാനമായി ദുന്യാവിനെ സ്വീകരിച്ചു. നല്ലൊരു ജോലി കിട്ടി, അത്യാവശ്യം വകയുണ്ട്. അത് തന്നെയാണ് ഒരു മനുഷ്യ ജീവിതത്തിലെ സംതൃപ്തിയുടെ അടിസ്ഥാനമെന്ന് തെറ്റിദ്ധരിച്ചു പോയി. യഥാർത്ഥത്തിൽ ആഖിറമുണ്ടാകലാണ്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയാണ് യഥാർത്ഥ സംതൃപ്തി നൽകുന്ന കാര്യമെന്ന് മരിക്കാൻ നോക്കുന്ന സമയത്ത് ബോധ്യപ്പെട്ടു. അങ്ങനെ ബോധ്യപ്പെടുമ്പോൾ ഞാൻ ഇതുവരെ ജീവിച്ച് തോറ്റുപോയവനായി പോയി എന്ന് അള്ളാഹുവിനോട് പരിഭവം പറയുന്ന കാര്യമാണ് അള്ളാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ ഈ രണ്ട് പോരാട്ടത്തിൽ, ദുനിയാവും ആഖിറവും തമ്മിൽ നടക്കുന്ന ഈ പോരാട്ടത്തിൽ ആഖിറത്തിന്റെ അള്ളാഹുവിന്റെ ഭാഗം നിന്ന് വിജയിക്കാൻ വേണ്ടി സഹാബാക്കളെ പരിശീലിപ്പിച്ചെടുത്ത ചില തത്വങ്ങളുണ്ട്. അതിലൊന്നാമതായി റസൂലുള്ളാഹി പഠിപ്പിച്ചത് താരതമ്യേന ദുനിയാവ് എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തതാണ്. ആഖിറവുമായി താരതമ്യം ചെയ്താൽ ദുനിയാവ് എത്രമാത്രം നിസ്സാരമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ പറഞ്ഞു പഠിപ്പിച്ചു. അല്ലാഹു റസൂൽ പറഞ്ഞു, വല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, മദ്ദുന്യാ ഫിൽ ആഖിറ, ദുനിയാവ് ആഖിറത്തെ അപേക്ഷിച്ച് ഇല്ലാ മിസ്ലു മാ യജഅലു അഹദുക്കും ഇസ്ബഅഹു ഹാദിഹി, നിങ്ങളിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തിന്റെ ഈ ചൂണ്ടുവിരൽ, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന യഹ്യ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു കൈവിരൽ ചൂണ്ടിപ്പിടിച്ചുകൊണ്ടാണ് ഈ ഹദീസ് ഉദ്ധരിക്കാറുണ്ടായിരുന്നത്. റസൂൽ അങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ഈ ചൂണ്ടുവിരൽ ഫിൽ യം, ഒരു സമുദ്രത്തിൽ മുക്കിയിട്ടൊന്ന് എടുത്തു നോക്കുക. ആ സമുദ്രത്തിലെ ജലവും ഈ ചൂണ്ടുവിരലിൽ പുരണ്ട ജലവും ഒന്ന് താരതമ്യം ചെയ്യുക. അത് തന്നെയാണ് ആഖിറത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ്. ഫല്യൻദുർ ബിമ യർജിഉ, എന്തുകൊണ്ടാണ് ആ ചൂണ്ടുവിരൽ തിരിച്ചു വരുന്നതെന്നവൻ നോക്കട്ടെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായി റസൂൽ സഹാബാക്കളോട് പറയാറുണ്ട്, നമ്മൾ ഒരുപാട് കേട്ടതാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചുമലിൽ കൈവച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി പറഞ്ഞു, ഒരു മുസാഫിറിനെ പോലെ, യാത്രക്കാരനെ പോലെ മാത്രമേ ഇവിടെ ജീവിക്കാവൂ. കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ് ഔ അബറു സബീൽ, നീ ഒരു വിദേശിയെ പോലെ അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെ മാത്രമേ ഇവിടെ ജീവിക്കാവൂ. അതുപോലെ തന്നെ ആഖിറത്തിന് വേണ്ടി എന്താണോ ദുനിയാവിൽ വെച്ച് നിക്ഷേപിക്കാൻ കഴിഞ്ഞത്, അതാണ് യഥാർത്ഥ സമ്പത്ത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിച്ചു. ഇവിടെ ജീവിക്കുമ്പോ കുറെ പൈസയും അതുപോലെ ആരോഗ്യവും ഒരുപാട് അനുകൂലനങ്ങളും നമ്മുടെ കയ്യിലേക്ക് വരും. അറിവുകളായി, പല നിയമത്തുകളായി. അതിൽ നിന്ന് ഏതൊക്കെയാണ് പരലോകത്തിന് വേണ്ടി മാറ്റിവെച്ചത്, നിക്ഷേപിച്ചു വെച്ചത്, അത് മാത്രമാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള യഥാർത്ഥ സമ്പത്ത്. അള്ളാഹുവിന്റെ റസൂൽ ഒരു ദിവസം സൂറത്തു തകാസുർ ക്ലാസ് എടുക്കുകയാണ്. ഒരു സഹാബി ക്ലാസ്സിലേക്ക് കയറി ചെന്നു. അവിടെ റസൂലിന്റെ ക്ലാസ് കേട്ടിരുന്നു. ക്ലാസ് കഴിഞ്ഞിട്ട് അദ്ദേഹം നമ്മളോട് പറഞ്ഞു തരികയാണ് ആ ക്ലാസിന്റെ അവസ്ഥ. റസൂല് പറഞ്ഞത്, റസൂൽ ഓതി അൽഹാക്കുമുത്ത തകാസുർ, നിങ്ങളെ ഈ പെരുമ പറച്ചൽ ജോലിയാക്കി കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞത് വിശദീകരിക്കുകയാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു, യഖൂലു ഇബ്നു ആദം, മനുഷ്യൻ പറയും, മാലി മാലി, എന്റെ ധനം എന്റെ ധനം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. വഹല്ലക യബ്ന ആദമ മിൻ മാലിക ഇല്ലാ മാ അകൽത വഅഫ്നൈത്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഓ മനുഷ്യ, നീ തിന്നു തീർത്തതുണ്ടെങ്കിൽ അത് നിന്റേതാണ്. ഔ ലബിസ്ത ഫഅബ്ലൈത്, നീ ഉടുത്ത് ദ്രവിച്ചു പോയ വസ്ത്രം അത് നിനക്ക് ഉപയോഗിക്കാൻ കിട്ടി. ഔ തസദ്ദഖ്ത ഫഅംലൈത്, അല്ലെങ്കിൽ നീ ധർമ്മം ചെയ്തിട്ട് ആഖിറത്തിലേക്ക് എന്ത് മിച്ചം വെച്ചുവോ അത് നിന്റേതാണ് എന്ന് ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ അള്ളാഹുവിന്റെ റസൂൽ ഹുബ്ബുദ്ദുനിയ, ഐഹിക പ്രേമം, ഭ്രമം, അതിൽ നിന്ന് സഹാബത്തിന്റെ മനസ്സ് പിഴുതെടുത്തിട്ട്
ആ ഒരു മേഖലയിലേക്ക് തിരിച്ചുവിടുകയാണ് ചെയ്തത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ദുന്യാവിനോടുള്ള സ്നേഹം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ ആട്ടിൻ പറ്റങ്ങളിലെ കഴിച്ചിടപ്പെട്ട ചെന്നായയെ പോലെ അവന്റെ മുഴുവൻ ആരാധനകളെയും പരലോകത്തെയും അത് നശിപ്പിച്ചു കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നാം കേട്ടതുപോലെ തന്നെ അള്ളാഹുവിന്റെ വളരെ പ്രബലമായ ഒരു ചോദ്യം വിശുദ്ധ ഖുർആനിൽ, അലം യഅ്നി ലില്ലദീന ആമനൂ, വിശ്വാസികളെ നിങ്ങൾക്ക് സമയമായില്ലേ, അൻതഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, നമ്മോട് പറയുകയാണ് അല്ലാഹു, അള്ളാഹുവിനെ ഓർമ്മിക്കാൻ വേണ്ടി മനസ്സൊന്ന് പാകപ്പെടാൻ, അതുപോലെ വിശുദ്ധ ഖുർആനിലേക്ക് മനസ്സൊന്ന് പാകപ്പെടാൻ നേരമായില്ലേ, തൊട്ട് മുന്നിൽ മരണമുണ്ട് എന്ന രൂപത്തിൽ അല്ലാഹു തആല വിശ്വാസികൾക്ക് ഉപദേശം നൽകുകയാണ്. അപ്പോൾ സദാസമയവും ഇനിയുള്ള ദിവസങ്ങൾ ആഖിറത്തിന് വേണ്ടി ജീവിക്കാനുള്ള പ്രവർത്തനവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ദുനിയാവിൽ മുഴുകിപ്പോകരുത്. ദുനിയാവിൽ ജീവിക്കാതിരിക്കാനും പണിയെടുക്കാതിരിക്കാനും കഴിയില്ല, പക്ഷേ ഇതിലങ്ങ് മുഴുകിപ്പോകരുത്. നമ്മുടെ വിശ്വാസം നമ്മെ നിരന്തരമായി സ്വാധീനിക്കണം. അമിതമായ ആവേശം വേണ്ട, അമിതമായ ആസ്വാദനം വേണ്ട. മരിച്ചു പോകേണ്ടവരാണ്. അതിനു പകരം ആ അമിതമായ ഐഹികമായ ആസ്വാദനത്തിന് പകരം നമ്മുടെ മനസ്സിൽ നിറയട്ടെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയം, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ, അതുപോലെ തന്നെ അൽ ഖുശൂ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയവും. ഇതൊക്കെയാണ് വേണ്ടത്. അള്ളാഹുവിന്റെ റസൂല് പറയാണ് നമ്മളോട്, ബാദിറൂ ബിൽ അഅമാലി സബ്അ, 7 തടസ്സങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്നു. ആ 7 തടസ്സങ്ങൾ വരുന്നതിന് മുമ്പ് അഅമാലുകൾ ചെയ്ത് മുന്നേറണം, സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറണം. ഫ്രീ ടൈമാണ്, ആരോഗ്യമുണ്ട്, പക്ഷെ എല്ലാവർക്കും ഈ 7 തടസ്സങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വരാതിരിക്കില്ല. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, ഹൽ തന്തളിറൂന ഇല്ലാ ഫഖറൻ മുൻസിയ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എല്ലാം മറപ്പിച്ച് കളയുന്ന ദാരിദ്ര്യം വന്നേക്കാം. എല്ലാം മറപ്പിച്ച് കളയുന്ന ദാരിദ്ര്യം. പള്ളി പോകേണ്ട കാര്യം മറന്നുപോയി, നിസ്കരിക്കേണ്ട കാര്യം മറന്നുപോയി, കാരണം പുരയിൽ അരിയില്ല, മരുന്ന് വാങ്ങിയിട്ടില്ല, കുട്ടികൾ പട്ടിണിയാണ്. ഇതുപോലുള്ള ദാരിദ്ര്യങ്ങൾ വന്നാൽ പിന്നെ അഅമാലുകളൊന്നും ഓർമ്മ ഉണ്ടാവൂല, അത് മറന്നുപോകും. അത് വരുന്നതിന് മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ അതിന്റെ നേരെ മറുപുറം ദുർമാർഗിയാക്കി കളയുന്ന ഐശ്വര്യം, കുറ്റകൃത്യങ്ങൾ മുഴുവനും ലാഘവത്തോടെ കാണുന്ന, പൈസയുണ്ടെങ്കിൽ എന്തുമാകാമെന്ന് കരുതുന്ന ഐശ്വര്യം, ആ ഐശ്വര്യവും ആഖിറത്തെ നശിപ്പിക്കുന്നതാണ്. ഔ മറളം മുഫ്സിദ, അല്ലെങ്കിൽ ശരീരത്തെ, ആരോഗ്യത്തെ നശിപ്പിച്ചു കളയുന്ന രോഗം. എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, ഒളുവെടുക്കാൻ പറ്റുന്നില്ല, പള്ളിയിൽ വരാൻ പറ്റുന്നില്ല, പലതിനും സാധിക്കാത്ത വിധത്തിലുള്ള രോഗം. എന്തെല്ലാം രോഗങ്ങളിലാണ് നമ്മുടെ സഹോദരങ്ങൾ തന്നെ പെട്ട് ഇപ്പോൾ വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഹോസ്പിറ്റലിൽ കടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തടിക്കുള്ളിൽ എന്തെല്ലാം രോഗമുണ്ടെന്ന് ആർക്കറിയാം? റസൂലുള്ളാഹി പറയുന്നു, കിട്ടിയ ആരോഗ്യമുള്ള സമയം അത് ഉപയോഗപ്പെടുത്തണം. ഔ ഹറമം മുഫന്നിദ, അല്ലെങ്കിൽ ബുദ്ധിക്കും ഓർമ്മക്കുമെല്ലാം ദൗർബല്യമുണ്ടാക്കുന്ന വാർദ്ധക്യം നിങ്ങളെ കാത്തിരിക്കുകയാണ്. വീട്ടുകാര് പറയും, ഇപ്പൊ ഒന്നും ഓർമ്മയില്ല, കൃത്യമായിട്ട് നിസ്കരിക്കാറുണ്ടായിരുന്നു, അതുപോലെ ദിക്ർ ചൊല്ലാറുണ്ടായിരുന്നു, നല്ല കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നും ഓർമ്മയില്ല എന്ന് പറയുന്ന ഒരു കാലം ഇതാ തൊട്ട് മുന്നില് നമുക്കും വരാനിരിക്കുന്നു. ഇതൊന്നുമില്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങള്, അപകട മരണങ്ങള്, അതുപോലെ കുഴഞ്ഞു വീണ് മരണം, അറ്റാക്ക്, സൈലന്റ് അറ്റാക്ക്, ഉറങ്ങിയതാ രാവിലെ എഴുന്നേൽക്കുന്നില്ല, ഇതിന്റെ ഒക്കെ ആളുകളാണ് നമ്മള്. അതൊക്കെ നമ്മെ കാത്തിരിക്കുന്നു. അതിനു മുമ്പ്
ആഖിറമുണ്ടാക്കൂ എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ദജ്ജാൽ വന്നേക്കാം, പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു വലിയ വിപത്താണ് അത്. ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കൾ മുഴുവനും അവരുടെ സമുദായത്തോട് പറഞ്ഞു, ദജ്ജാലിന്റെ ഫിത്ന സൂക്ഷിക്കണേ എന്ന്. ആഖിറ ഉമ്മത്തായ ഈ ഉമ്മത്തിനോട് റസൂലുള്ളാഹി പറഞ്ഞു, ഇനി കാത്തു നിൽക്കാനില്ല, ഈ ഉമ്മത്തിന്റെ അപ്പുറം വേറൊരു ഉമ്മത്തില്ല, അതുകൊണ്ട് ഈ ഉമ്മത്തിൽ തന്നെയാണ് ദജ്ജാൽ, നിങ്ങൾ സൂക്ഷിക്കണേ എന്ന്. എന്താ ദജ്ജാലിന്റെ അവസ്ഥ? ലോകത്ത് ആദം അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല ഇറക്കിയ എന്തെല്ലാം ഫിത്നകൾ, എന്തെല്ലാം ഈമാൻ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടോ, അതിലേറ്റവും വലിയ ഫിത്ന അതാണ് ദജ്ജാലിന്റെ ഫിത്ന. അവൻ വരാറായി. ആ ഒരു രൂപത്തിലാണ് മുന്നോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വന്നു കഴിഞ്ഞാലോ ഇന്ന് ഈമാനുള്ളവരാണെന്ന് ധരിക്കുന്ന ആളുകൾ അവന്റെ ആളുകളായി പരിണമിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും. കാരണം ഞാൻ ദജ്ജാലാണെന്നും പറഞ്ഞിട്ടല്ല ദജ്ജാല് വരിക, മറിച്ച് അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടാണ് വരിക. അവനെ വിശ്വസിക്കാത്ത ഒരു മുഅ്മിനിന്റെ അവസ്ഥ മഹാനായ റസൂലുള്ളാഹി പറയുന്നുണ്ട്. അവന്റെ അടുത്ത് കൊണ്ടുപോയി ഹാജരാക്കപ്പെടുകയാണ്. ആ മുഅ്മിൻ ദജ്ജാലിനോട് പറയുന്നു, നീ ദജ്ജാലാണെന്ന് എനിക്കറിയാം. ക്രൂരമായി മർദ്ദിക്കുന്നു അവന്റെ പട്ടാളം, പ്രഹരിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, നീ എന്നെ വിശ്വസിക്കുന്നില്ലേ? ഇല്ല. നീ ദജ്ജാലാണെന്ന് പറയുമ്പോ വാള് കൊണ്ടുവന്ന് രണ്ടായി പിളർന്ന്, രണ്ട് പിളർപ്പും രണ്ട് ഭാഗത്തേക്കിട്ട് അതിന്റെ നടുവിലൂടെ നടന്നു പോയിട്ട് എഴുന്നേൽക്കട എന്ന് പറയുമ്പോ വീണ്ടും മനുഷ്യനായി എഴുന്നേറ്റ് നിന്നിട്ട് ഇപ്പൊ നീ വിശ്വസിക്കുന്നോ എന്ന് ചോദിക്കുന്ന ദജ്ജാൽ. ആ സമയത്ത് ആ മുഅ്മിനായ മനുഷ്യൻ പറയും, ഇപ്പോൾ എനിക്ക് കൃത്യമായി ബോധ്യമുണ്ട് നീ ദജ്ജാലാണെന്ന്. അവനാണ് ഏറ്റവും വലിയ ഷഹീദെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അത്രയും വലിയ ഫിത്ന നമ്മുടെ കുട്ടികളെ, സഹാബത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത് വെറുതെയല്ല. നമ്മുടെ കുട്ടികളെ, നമ്മുടെ വീടുകളിലുള്ളവരെ എല്ലാവരെയും നമ്മെ തന്നെയും നാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിനല്ലേ നമസ്കാരത്തിൽ അത്തഹിയാത്തിന് ശേഷം അള്ളാഹുവിനോട് കാവല് ചോദിക്കുന്ന 4 കാര്യങ്ങളിൽ പ്രധാനമായി നമ്മൾ പറയുന്നത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറയുകയാണ്, അതിലും പെട്ടില്ലെങ്കിലോ പിന്നെ ഖിയാമത്ത് നാള്. കൃത്യമായി റസൂലുള്ളാഹി എല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ദുനിയാവിൽ പൂർണ്ണമായി മുഴുകിപ്പോകാതെ ആഖിറം കൂടി നമ്മെ ജീവിതത്തെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള ഈമാനും ചിന്തയുമായി ബാക്കിയുള്ള ആയുഷ്കാലം ജീവിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇളം തലമുറ വിവിധ കോഴ്സുകൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പാരമ്പര്യമായ കോഴ്സുകളും ആധുനിക ലോകത്ത് അടുത്തടുത്ത് രൂപപ്പെട്ട തൊഴിൽ സാധ്യതയുള്ള മറ്റു പല കോഴ്സുകളും ആവേശപൂർവം പഠിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഒരു നല്ല ചലനം തന്നെയാണ്. എന്നാൽ ജീവിതകാലം ഉടനീളം പഠിക്കുന്നത് വെറും ഈ ഐഹിക ജീവിതത്തിന് വേണ്ടി മാത്രമായി പോകുമ്പോൾ, അങ്ങനെ പരിമിതപ്പെട്ടു പോകുമ്പോൾ
നമ്മൾ ആ മക്കളെ പരിശീലിപ്പിക്കുന്നത് ദുനിയാവിന് വേണ്ടി ജീവിക്കണം എന്ന ആശയമായി പോകും. അതുകൊണ്ട് തന്നെ ആ പഠനത്തിനിടയിൽ ഒരിക്കലും മുടങ്ങാത്ത വിധം തുടർ വിദ്യാഭ്യാസം മതരംഗത്തും ഒരല്പമെങ്കിലും നമ്മൾ അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ കൂടെ മതവിദ്യാഭ്യാസവും കൂടി ലഭിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ പല സ്ഥാപനങ്ങളിൽ നിന്നും പല മേഖലകളിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ ആ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങിയ മറ്റുള്ളവരെ പോലെയാകില്ല മതവിദ്യാഭ്യാസവും കൂടി കിട്ടിയ വിദ്യാർത്ഥികൾ. അള്ളാഹുവിനെ ഓർമ്മയുള്ള മാരിഫത്തുള്ള കരസ്ഥമാക്കിയ ഒരു ഡോക്ടറും അല്ലാത്ത ഒരു ഡോക്ടറും ഒരുപോലെയാകില്ല. ഒരു മേഖലയിലുള്ളവരും ഒരുപോലെയാകില്ല. അല്ലാഹു തആല തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്, അറിവുള്ളവരും അല്ലാത്തവരും ഒരുപോലെയാണോ എന്ന്. നമ്മുടെ അനുഭവവും അത് തന്നെയാണ്. അവരേത് മേഖലയിൽ പഠിക്കട്ടെ, അവർക്ക് അതോടൊപ്പം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നൽകിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് അവർക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പരിശീലനങ്ങൾ ഭൗതിക തലത്തിൽ നമ്മൾ പ്രചോദനം നൽകുന്നുണ്ടല്ലോ. ആ പ്രചോദനം തന്നെ മതപരമായ വിദ്യാഭ്യാസത്തിനും നമ്മൾ നൽകിക്കൊണ്ടിരിക്കണം. എന്നാൽ അവർക്ക് ആ വിദ്യാഭ്യാസം ലഭിക്കുന്നതോടൊപ്പം പരിശുദ്ധി കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അവരുടെ ആ പരിവർത്തനം നമ്മുടെ ഖബറിലേക്ക് നമുക്ക് ഉപകാരപ്പെടും. അവരുടെ കർമ്മങ്ങൾ മെച്ചപ്പെടാൻ, ഭാവിയിലുള്ള നമസ്കാരവും നോമ്പും സക്കാത്തും അതുപോലുള്ള കർമ്മങ്ങൾ മെച്ചപ്പെടാൻ തുടർ പഠനം അനിവാര്യമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, എല്ലാ മുസ്ലിമിനും പഠിക്കൽ നിർബന്ധമാണ്. എല്ലാ മുസ്ലിമിനും പഠിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ ഏത് മേഖലയിലുള്ള ഏത് മുസ്ലിമും അവർക്കെല്ലാം ഇസ്ലാമിനെ സംബന്ധിച്ച് നിരന്തരമായി പഠിക്കണം. ദുനിയാവിന് വേണ്ടി മാത്രം നിരന്തരമായ പഠനം, ആഖിറത്തിന് വേണ്ടി മദ്രസ പഠനം അങ്ങനെയായ പോരാ. ജീവിതത്തിലുടനീളം പഠിച്ചുകൊണ്ടേയിരിക്കണം. അതിന് നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ഒരു പരിപാടിയാണ് CRE. ഈ CRE എന്ന് കേൾക്കുന്ന സമയത്ത് എന്താണിത് എന്ന് തോന്നിപ്പോകും. നിരന്തരമായ പഠനമാണത്. അവരുടെ വിശ്വാസം, അവരുടെ കർമ്മങ്ങൾ, അതുപോലെ അവരുടെ ധാർമ്മിക ബോധം ഇതെല്ലാം ഉത്തേജിപ്പിക്കാനും അവർ പ്രവർത്തിക്കുന്ന മേഖലകളിൽ മുഴുവനും ഒരു ദീനീ ബോധം ഉണ്ടാക്കാനും വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം ഒരു മഹല്ലിലെ ഒരു പ്രദേശത്തെ മുതിർന്നു വരുന്ന വളർന്നു വരുന്ന ചെറുപ്പക്കാരികളെ ഒന്നിച്ചിരുത്തി പഠിപ്പിക്കുകയാണ്. അതിനുള്ള സംവിധാനം നമ്മുടെ മഹല്ലിലുണ്ട്. രക്ഷിതാക്കൾ ഗൗരവത്തോടുകൂടി കാണുകയും അവരുടെ ആ പഠനാസക്തി വർദ്ധിപ്പിക്കുകയും അതിന് സമയം കണ്ടെത്തുകയും വേണം. ഒരു കേവലം ആവേശത്തിന് വേണ്ടിയാകരുത്, മറിച്ച് അതൊരു ബാധ്യതയാണ്. നമ്മുടെ മക്കളുടെ ഭാവി സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന ബോധമുണ്ടാകണം. ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം. അത് യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്നാകണം. ഇന്നവർ കൈകാര്യം ചെയ്യുന്ന സോഷ്യൽ മീഡിയകളിലെല്ലാം പുതിയ പുതിയ വെല്ലുവിളികൾ നേരിടുകയാണ്. പുതിയ പുതിയ ആശയങ്ങൾ വരികയാണ്. ചെറുപ്പത്തിൽ മദ്രസ പഠിച്ചത് കൊണ്ടൊന്നും അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവരുടെ മുന്നിൽ വരുന്ന പ്രതിബന്ധങ്ങളെ, പ്രശ്നങ്ങളെ എല്ലാം വ്യതിച്ഛേദിച്ച് ശരിയും തെറ്റും അവർക്ക് നിരന്തരമായി മനസ്സിലാക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിനുള്ള പദ്ധതിയാണ്. അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. കൃത്യമായി ദീന് പഠിക്കാൻ നമ്മുടെ മക്കൾക്ക് അത് പകർന്നു നൽകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവെ, സത്യം സത്യമായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ബാത്തില് ബാത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ് തള്ളിക്കളയുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, സുന്നത്ത് കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനും ബിദ്അത്ത് തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനും തൗഫീഖ് നൽകണേ റഹ്മാനെ. തൗഹീദ് കൃത്യമായി മനസ്സിലാക്കി ഈമാനിന് ഊർജ്ജം പകരാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ശിർക്കിന്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ നിന്ന് വർജിക്കാൻ, ഒഴിവാക്കാൻ
ഞങ്ങൾക്ക് കരുത്ത് നൽകണേ റഹ്മാനെ, അറിവ് നൽകണേ റഹ്മാനെ. നിന്റെ ഖുർആൻ മനസ്സിലാക്കിയ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ.